എത്തുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ച വളരെ വലിയ രീതിയിലുള്ള സജീവമായ പ്രചാരണ പരിപാടികളിലേക്കെല്ലാം എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും കടന്നിരുന്നതാണ്. അത്തരത്തിൽ വളരെ സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് ആ തീയതി എന്നുള്ള കാത്തിരിപ്പ് മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്തായാലും നാളെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തയാണിത്? മറ്റു വിശദാംശങ്ങൾ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നാളെ 3 മണിക്ക് ഉണ്ടാവുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിനേക്കാളും വൈകിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇത്തവണ വരുന്നത്. പക്ഷേ നാളെ 3 മണിക്ക് എന്നത് ഇന്ന് തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. സാധാരണഗതിയിൽ അതേ ദിവസം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കുകയും ആ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന്. എന്തായാലും രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് ഔദ്യോഗികമായി തന്നെ നീങ്ങുകയാണ്. ഇന്ന് നാളെ കൊണ്ട് തന്നെ രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. നാളെ വൈകുന്നേരം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. 2 കമ്മീഷണർമാരും ഇന്ന് അധികാരമേറ്റു. ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവുമാണ് 2 കമ്മീഷനിലെ 2 അംഗങ്ങൾ. ഒരംഗം രാജിവെക്കുകയും ഒരംഗത്തിന്റെ കാലാവധി കഴിയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ അടിയന്തരമായ യോഗം ചേർന്ന് 2 അംഗങ്ങളെ തീരുമാനിച്ചത്. ഈ 2 അംഗങ്ങൾ ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. ഇന്ന് തന്നെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ യോഗം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഔദ്യോഗികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനവും അതോടുകൂടി തന്നെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. പിന്നീട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുവാനോ പുതിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെതായ വാഗ്ദാനങ്ങൾ നൽകുവാനോ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അതിന് മുന്നോടിയായിട്ടാവണം ായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 7 ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതും സൂചന വരുന്നുണ്ട്. എന്നാണ് കേരളത്തിലേത് എന്നതടക്കം നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി അറിയാം. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതുവരെ സാധാരണ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തലേ ദിവസം അറിയിക്കുന്ന പതിവില്ല. അന്ന് ഏതെങ്കിലും ഒരു ദിവസം രാവിലെ 10 മണിക്കോ 11 മണിക്കോ ആണ് സാധാരണഗതിയിൽ ഈ ഇത്തരം ഒരു വാർത്താ സമ്മേളനമുണ്ട് എന്ന അറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഊഹിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് അറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ഇന്ന് 3 മണിക്ക് വിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ ഊഹം തന്നെ തെറ്റിക്കാൻ വേണ്ടി പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനിടയിൽ 1-2 തെരഞ്ഞെടുപ്പ് വാർത്താ സമ്മേളനങ്ങൾ കൂടി വിളിക്കാറുണ്ട്. ആ സമയത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇക്കുറി അങ്ങനെയൊന്നുമല്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരാൾ വിരമിക്കുകയും ഒരാൾ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച് പോവുകയും ചെയ്തിരുന്നു. ഈ ഒഴിവ് രണ്ടും ഇന്നലെയാണ് നികത്തിയത്. പ്രതിപക്ഷത്ത് നിന്ന് അധീർ രഞ്ജൻ ചൗധരിയുടെ വിയോജിപ്പോടുകൂടിയാണ് ഈ 2 പേരുകളും അംഗീകരിച്ചത്. ഈ 2 പേരുകളും അംഗീകരിച്ചതിനെതിരെ ഹർജി അടക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. എന്തായാലും ഇന്ന് തന്നെ അവർ യോഗം ചേർന്ന് നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നാളെ ഔദ്യോഗികമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. അതെ, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് കടക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി പട്ടിക അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇനി എന്താണ് തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രമായി കാത്തിരിക്കുകയായിരുന്നു പാർട്ടികളും. അതേസമയം തന്നെ രാജ്യം മുഴുവൻ അത്തരത്തിൽ മാത്രം നോക്കിക്കാണുകയായിരുന്നു. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. 7 ഘട്ടങ്ങളിലായി ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. എന്തായാലും കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയ ലക്ഷ്യം BJPക്ക് മുമ്പിലുണ്ട്. ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ള ഘട്ടം വരുമ്പോൾ നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ മറ്റ് പദ്ധതികൾ അടക്കം പ്രഖ്യാപിക്കുന്നതിനും അത്തരത്തിലുള്ള വിലക്കുകൾ കൂടി വരികയാണ്. അപ്പോൾ ഇന്ന് പത്തനംതിട്ടയിൽ മോദി എത്തുമ്പോൾ അദ്ദേഹം വലിയ
പദ്ധതികൾ ഒരുപക്ഷെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടാകും. എന്നിരുന്നാൽ പോലും ഏത് തരത്തിൽ നോക്കിയാലും ഈ ഒരു തീയതി പ്രഖ്യാപനം നാളെ വരുമ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ടയിലെ പ്രസംഗം വളരെ വലിയ തരത്തിൽ നിർണായകമാകും എന്നുള്ളതിൽ സംശയമില്ല, അല്ലേ? തന്നെയാണ് ഏറ്റവും പ്രധാനം ആര്യ. നാളെ 3 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവുമെങ്കിൽ അപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം രാജ്യത്ത് നിലവിൽ വരും. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല. അത്തരം വാഗ്ദാനങ്ങൾ നൽകാനോ പദ്ധതികൾ പ്രഖ്യാപിക്കാനോ കഴിയില്ല. ഇന്നത്തെ പത്തനംതിട്ടയിലെ പൊതുചടങ്ങ് അതുകൊണ്ടുകൂടി സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങായി അത് മാറും. പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്താനുണ്ടെങ്കിൽ അത് നടത്താനുള്ള ഒരു അവസാന വേദി കൂടിയാവും ഒരുപക്ഷെ പത്തനംതിട്ടയിലേത്. അല്ലെങ്കിൽ നാളെ രാവിലെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടി വരും. ഇന്ന് തന്നെ നാളെ 3 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകും എന്ന അറിയിപ്പ് ലഭിച്ച സ്ഥിതിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നാളെ 3 മണിക്ക് ഈ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. 7 ഘട്ടങ്ങളായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടത്തുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും 7 ഘട്ടമായി തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രത്യേകിച്ച് ഒറ്റഘട്ടമായി രാജ്യത്ത് നടത്താനുള്ള സംവിധാനത്തിന്റെ പരിമിതികളുണ്ട്. രാജ്യത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പലപ്പോഴും പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് റെഡ് കോറിഡോർ എന്ന തമിഴ്നാടിന്റെ ഒരു അതിർത്തി മുതൽ ഛത്തീസ്ഗഡ് മുതൽ അങ്ങ് ബീഹാർ വരെ നീളുന്ന റെഡ് കോറിഡോറിലൊക്കെ പല ഘട്ടങ്ങളായി മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ. പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തിന്റെ വലിയ തോതിലുള്ള വിന്യാസവും ഒക്കെ ആവശ്യമായ മണ്ഡലങ്ങൾ നിരവധി ഇന്ത്യയിലുണ്ട്. പലതരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ സുരക്ഷാ സേനയെ വിന്യസിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുരക്ഷാ സേനയുടെ വിന്യാസം കൂടി കണക്കിലെടുത്താണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ ഇക്കുറിയും ഒറ്റഘട്ടമായി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണയും കേരളത്തിൽ അങ്ങനെയായിരുന്നു. കേരളത്തിൽ അങ്ങനെ സുരക്ഷാ സേനയുടെ വലിയ വിന്യാസം വേണ്ട സ്ഥലമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രത്യേക സവിശേഷമായ സുരക്ഷ വേണ്ട മണ്ഡലങ്ങളൊന്നുമല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. എന്നാൽ തമിഴ്നാടിന്റെ ചില സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും ഒന്നും അങ്ങനെയല്ല. അവിടെയൊക്കെ കൂടുതൽ സുരക്ഷാ വിന്യാസം ആവശ്യമായി വരും. അതുകൊണ്ട് ഈ സുരക്ഷാ വിന്യാസത്തിന്റെ ട്രൂപ്പുകളുടെ യാത്രാ സൗകര്യം കൂടി അല്ലെങ്കിൽ ട്രൂപ്പുകൾക്ക് അവിടെ കേന്ദ്രീകരിക്കാനും അവിടെ സുരക്ഷ ഒരുക്കാനുമുള്ള സമയം ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നത്. അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എങ്ങനെ ട്രൂപ്പുകൾക്ക് സഞ്ചരിക്കാം, അവർക്ക് അവിടെ എങ്ങനെ താമസ സൗകര്യം ഒരുക്കാം, അവർ ആ സുരക്ഷ ഒരുക്കാൻ എത്ര ദിവസം എടുക്കും, ഇതുകൂടി പരിഗണിച്ചാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. 7 ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് പ്രധാനമായും ഇപ്പോഴത്തെ ഒരു സൂചനകളൊക്കെ അനുസരിച്ചാണെങ്കിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ 7 ഘട്ടമായി നടത്താനുള്ള സാധ്യതയാണ്. എന്തായാലും ആദ്യഘട്ടം ഏപ്രിൽ 2ാം വാരം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്, അല്ലേ? ആര്യ, നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും ഇത്തരം നമ്മുടെ പ്രവചനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ഇതുവരെയുള്ള പതിവ് തെറ്റിച്ചുകൊണ്ടാണ് തലേ ദിവസം തന്നെ നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള അറിയിപ്പ് നൽകുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ അറിയിപ്പ് നൽകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പിന്നീട് സമയത്തിന് വ്യത്യാസമൊന്നുമില്ല. എപ്പോൾ പ്രഖ്യാപിക്കുന്നു ആ മിനിറ്റ് മുതൽ അല്ലെങ്കിൽ ആ സെക്കൻഡ് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം രാജ്യത്ത് നിലവിൽ വരികയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അടിയന്തരമായി ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളല്ലാതെ മറ്റ് ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിലും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ആ പണം അലോട്ട് ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നാൽ ഏകദേശം സർക്കാർ ദൈനംദിന പ്രവർത്തനങ്ങൾ അടിയന്തരമായി വരുന്ന സാഹചര്യത്തിൽ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ, ഇതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിലൊന്നും തന്നെ തീരുമാനമെടുക്കാൻ കഴിയില്ല. സർക്കാരുകൾക്ക് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ അതിന് സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും ഒന്നും നൽകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി സാധാരണഗതിയിൽ അറിയിക്കാറില്ല. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല, മുൻകൂട്ടി ഒരു അറിയിപ്പ് കൂടി നൽകുന്ന മട്ടിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. ഇന്ന് വരെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. സാധാരണ 2 അംഗങ്ങളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രീതി. ഇന്നലെയാണ് യോഗം ചേർന്നുകൊണ്ട് 3 അംഗ സമിതി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് 2 കമ്മീഷണർമാരെ തീരുമാനിച്ചത്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ജ്ഞാനേഷ് കുമാറും പഞ്ചാബ് കേഡർ IAS ഉദ്യോഗസ്ഥൻ സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് ഇവരെ 2 പേരെയും തീരുമാനിച്ചത്. ഇത് അതിലെ മൂന്നാമത്തെ അംഗം
പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ് കോൺഗ്രസിന്റെ നേതാവ്. അധീർ രഞ്ജൻ ചൗധരി ഈ പേരുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് ജ്ഞാനേഷ് കുമാറിന്റെ പേരിനോടടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തി. അദ്ദേഹം സർക്കാരിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അയോധ്യയിലെ ട്രസ്റ്റ് രൂപീകരണത്തിലടക്കം അല്ലെങ്കിൽ കാശ്മീരിലെ 370 ആർട്ടിക്കിൾ റദ്ദാക്കുന്നതിലടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്ത ആളാണെന്നടക്കം കോൺഗ്രസിന് എതിർപ്പുള്ളതുകൊണ്ട് പക്ഷേ ആ തീരുമാനം രണ്ടംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ അത് അംഗീകരിക്കപ്പെടുകയും ഇന്ന് അവർ പ്രത്യേകമായി യോഗം ചേരുകയും ചെയ്യുകയാണ്. നാളെ 3 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്തായാലും പുതിയ 2 അംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിനും മറ്റുമുള്ള വിഷയങ്ങളെല്ലാം തീരുമാനം എടുത്തിരുന്നു. പൂർണ്ണമായും ധാരണയിലെത്തിയിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇന്ന് ചുമതലയേൽക്കുന്ന അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ രാജ്യം ഔദ്യോഗികമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം മിക്ക സംസ്ഥാനങ്ങളും ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം പലയിടത്തും പൂർത്തിയായെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്കും ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് രാജ്യം കടന്നിരുന്നില്ല. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി രാജ്യം ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. കേരളത്തിൽ ഏത് ഘട്ടത്തിലാണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. കേരളത്തിൽ കഴിഞ്ഞ തവണ 3ാം ഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഇത്തവണയും എന്തായാലും കേരളം അവസാനത്തേക്ക് പോകില്ല എന്നതാണ് പ്രതീക്ഷ. കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ വലിയ തോതിൽ സുരക്ഷ ഒരുക്കേണ്ട ഒരു സംസ്ഥാനമല്ല. അത്തരം സൗകര്യങ്ങൾ മാത്രം നോക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പൊളിറ്റിക്കലായി മറ്റു ചില അഭ്യൂഹങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അടക്കം BJPക്ക് കാര്യമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള 130 സീറ്റുകളിൽ 30 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ 26 സീറ്റുകളും കർണാടകയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സമയം കേന്ദ്രീകരിക്കാൻ വേണ്ടി ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ അവസാന ഘട്ടത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലും ചില രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും സ്ഥിരീകരണമുള്ളതല്ല. അത്തരം ചില അഭ്യൂഹങ്ങൾ കൂടി പ്രചരിച്ചിരുന്നു. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി അറിയാം കേരളത്തിൽ ഏത് ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന്. ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും രാജ്യം ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മുന്നിൽ കാണേണ്ടത്, അതായത് ഇനിയിപ്പോൾ നാളെ 3 മണി വരെ അതിനുശേഷം ഈ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇന്ധനവിലയിൽ ഉണ്ടായ 2 രൂപയുടെ കുറവ്. അത്തരത്തിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നടപടികൾ, തീരുമാനങ്ങളൊക്കെ ഇനി നമുക്ക് മുന്നിലുള്ള ആ ഒരു ചെറിയ ഇടവേളയിൽ, ആ ഒരു സമയത്തിനുള്ളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതുണ്ടല്ലേ? ആര്യ, ഇനിയുള്ള സമയത്ത് എന്തും ഉണ്ടാവാം. നമുക്ക് ഒരു പ്രവചിക്കാൻ കഴിയില്ല. ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ വേണമെങ്കിലും ഉണ്ടാവാം. എന്തായാലും ഇന്നലെ തന്നെ ഈ 2 രൂപ പെട്രോളിനും ഡീസലിനും ഈ 2 വർഷത്തിന് ശേഷം കുറയ്ക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ച പൈസ എത്ര കുറവാണെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ഉടനെ പ്രഖ്യാപനം വരുന്നു എന്നുള്ളൊരു സൂചന കൂടിയായിരുന്നു നൽകിയിരുന്നത്. സാധാരണ ജനങ്ങളടക്കം ഇന്ന് അതിനെ പ്രതികരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോവുകയാണ്, അതുകൊണ്ടാണ് 2 രൂപ കുറച്ചത്. അത്തരമൊരു സൂചന. അത്തരം പ്രഖ്യാപനങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ, ആളുകൾ പലപ്പോഴും വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കുറെ കൂടി വലിയ കുറവുണ്ടാവുമെന്നൊക്കെ സാധാരണഗതിയിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2 രൂപ മാത്രമാണ് കുറച്ചത്. അത്തരം ഇനിയും വലിയ പ്രഖ്യാപനങ്ങൾ ഈ ദിവസങ്ങൾ, ഇനി മണിക്കൂറുകളുണ്ട്. എന്തായാലും വരാൻ പോകുന്നത് ഇനി 24 മണിക്കൂറുകൾ, 24 കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 26 മണിക്കൂറുകൾ ഇനി സർക്കാരിന് മുന്നിലുണ്ട്. ഈ 26 മണിക്കൂറിനുള്ളിൽ ഏത് പ്രഖ്യാപനം വേണമെങ്കിലും സർക്കാർ നടത്താം. അതിന് യാതൊരുവിധ തടസ്സവുമില്ല, നിയമപരമായ യാതൊരു തടസ്സവുമില്ല. എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അത് സംസ്ഥാന സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരുകളായാലും വോട്ട് ലക്ഷ്യമിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്താറുണ്ട്. അതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു പെട്രോൾ ഡീസൽ വിലയിൽ 2 രൂപ കുറച്ചത്. അത് 2 രൂപ മാത്രമാണ് കുറച്ചത്. അതിൽ കൂടുതൽ ഒക്കെ ജനം സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ ഇനി ഉണ്ടാവുമോ, അതോ സാധാരണ ഈ മട്ടിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. എന്തായാലും അടുത്ത ഈ മോദിയുടെ പ്രസംഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്, അല്പസമയത്തിനുള്ളിൽ അരമണിക്കൂറിന് ശേഷം നടക്കേണ്ട പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രസംഗത്തിൽ ഏതെങ്കിലും
രാജ്യത്തെ ആകെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് രംഗമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് തരത്തിലും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നിലപാടുകളും തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും എടുക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പ്രത്യേകിച്ച് കേരളത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രിയുടെ, എനിക്ക് തോന്നുന്നു നാളെ ഇനി ഏതെങ്കിലും രാവിലെ ചടങ്ങുണ്ടോ എന്ന് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ ചിലപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി ഇന്ത്യ എന്ന മഹാരാജ്യം അതിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. രാജ്യം ഔദ്യോഗികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ മാർച്ച് 10-നാണ് ലോക്സഭാ തീയതി പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 11-ന് ആരംഭിച്ച് മെയ് 11 വരെ 7 ഘട്ടങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. ഇത്തവണയും അത്തരത്തിൽ തന്നെ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഏപ്രിൽ 2-ാം വാരത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ആരംഭിക്കും എന്നുള്ളത് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്ത് വരുന്നത്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ. ആര്യ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ നാളെ 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 അംഗങ്ങൾ ചുമതലയേറ്റിരിക്കുകയാണ്. ജ്ഞാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവുമാണ് ചുമതലയേറ്റത്. ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ്. ഒരംഗം രാജിവെക്കുകയും ഒരംഗം കാലാവധി കഴിഞ്ഞ് വിരമിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ അംഗങ്ങളെ നികത്തിയിരുന്നില്ല. വലിയ വിമർശനമൊക്കെ രാജ്യവ്യാപകമായി ഏറ്റുവാങ്ങിയതാണ്. രാജ്യം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 3 അംഗങ്ങളിൽ 2 അംഗങ്ങളുടെ ഒഴിവ് നിലനിന്ന് പോകുന്നത്. ഇന്നലെയാണ് ആ 2 ഒഴിവുകൾ നികത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ആ സമിതിയിൽ 3 അംഗ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയുടെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഇന്നലെ 2 പേരുടെ പേരുകൾ അംഗീകരിച്ചത്. ജ്ഞാനേഷ് കുമാറിന്റെയും സുഖബീർ സിംഗ് സന്ധുവിന്റെയും പേരുകളാണ് അംഗീകരിച്ചത്. 2 പേരും ഇന്ന് ചുമതലയേറ്റിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 3 അംഗങ്ങളുമുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും 2 അംഗങ്ങളുമുണ്ട്. അവർ ഇന്ന് യോഗം ചേരുന്നുണ്ട്. നാളെ വൈകുന്നേരം 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇതുവരെ തുടർന്ന പതിവുകളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണഗതിയിൽ അങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ട് ഇന്ന സമയത്ത് പ്രഖ്യാപിക്കുന്ന പതിവ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം ഇതിനിടയിൽ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ ആ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നാണ്. അത് സാധാരണഗതിയിൽ മാധ്യമങ്ങളൊക്കെ ഊഹിച്ചെടുക്കുകയാണ് ഇന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നത്. ആ ദിവസമൊക്കെ ഏകദേശം എടുക്കുമ്പോൾ തന്നെ മാർച്ച് മാസം ഫെബ്രുവരി അവസാനം മുതൽ ഇങ്ങനെ വരുന്ന വാർത്താ സമ്മേളനങ്ങളൊക്കെ, അത്തരം ആലോചനകളൊക്കെ സാധാരണഗതിയിൽ വരാൻ സാധ്യതയുണ്ട്. അത് എന്നാണോ വാർത്താ സമ്മേളനം നടത്തുന്നത് അന്ന് സാധാരണഗതിയിൽ ഉച്ചയ്ക്കാണ് വാർത്താ സമ്മേളനങ്ങൾ കൂടുതലും നടന്നിട്ടുള്ളത്. അന്ന് രാവിലെ 10 മണിക്കോ 11 മണിക്കോ ആവും സാധാരണഗതിയിൽ അറിയിപ്പ്. 1-2 മണിക്കൂർ മുമ്പാവും അറിയിപ്പ് ലഭിക്കുക. വാർത്താ സമ്മേളനം ഉണ്ട് എന്നുള്ള അറിയിപ്പ് മാത്രമാവും ലഭിക്കുക. അന്ന് വാർത്താ സമ്മേളനത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവും. അങ്ങനെ ഒരു ഏത് സമയത്താണ് പ്രഖ്യാപിക്കുക എന്ന് മുൻകൂട്ടി അറിയിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മുൻകൂട്ടി തന്നെ വ്യക്തമാക്കുന്നു ഇന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 26 മണിക്കൂറുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ സർക്കാരുകൾക്കും ഏറ്റവും പ്രധാനമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്ത് പ്രഖ്യാപിക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും വോട്ടിനെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട്. അതിന് ഏത് തീരുമാനമായാലും നേരത്തെ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ അവസാന സമയത്ത് വരുന്ന ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനമായാലും അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനമായാലും പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതായാലും അല്ലെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതായാലും ഒക്കെ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ന് അങ്ങനെ ഒരു വേദി പത്തനംതിട്ടയിൽ NDAയുടെ പ്രചരണത്തിന് അനിൽ ആന്റണിയുടെ പ്രചരണത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി എത്തുന്നതെങ്കിലും പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത്തരം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ രാജ്യത്ത് ആകമാനമുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലേക്ക് ശ്രദ്ധ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. രാജ്യത്തെ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള 26 മണിക്കൂറുകൾക്കുള്ളിൽ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നോ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സൂചന കൂടിയായിരുന്നു ഇന്നലെ പെട്രോൾ ഡീസൽ വിലയിൽ ഇന്നു മുതൽ
2 രൂപയുടെ കുറവ് വരുത്തിയത്. അങ്ങനെ ഇനി അതിനേക്കാൾ കൂടുതൽ കുറവ് വരുത്തുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും രാജ്യത്ത് നാളെ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി കടക്കും. 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ്. 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് ഘട്ടത്തിലായിരിക്കും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള ആകാംക്ഷ കൂടി നിലനിൽക്കുന്നു. ആര്യ, ഇപ്പൊ ഏത് ഘട്ടത്തിലാവും നടക്കുക എന്നുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായും ആര്യയെ പോലെ തന്നെ എനിക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഊഹിച്ച് ഒരു ഉത്തരം പറയാൻ കഴിയില്ല. സാധാരണഗതിയിൽ അതിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നത് ആദ്യ ഘട്ടങ്ങളിൽ ഏതെങ്കിലും സമയത്താവും കേരളത്തിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സാധാരണ 7 ഘട്ടം എന്ന് വെക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ്. രാജ്യത്തിന്റെ ഏകദേശം 1/3 വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളിൽ വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് ചില കോൺസ്റ്റിറ്റ്യുവൻസികളിലൊക്കെ 100ഓളം കോൺസ്റ്റിറ്റ്യുവൻസികളിൽ വലിയ സുരക്ഷ ഒരുക്കേണ്ട സംവിധാനമുണ്ട്. അർദ്ധ സൈനികരുടെയൊക്കെ വലിയ തോതിലുള്ള സേവനം, വിന്യാസം, ഇതെല്ലാം സാധ്യമാക്കിയതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയൂ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പല തരത്തിലുള്ള ശ്രമങ്ങൾ പല ശക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് എന്ന് ആലോചിക്കണം. മറ്റൊരു രാജ്യത്തും ഇത്ര വലിയൊരു ജനാധിപത്യ പ്രക്രിയയില്ല. ലോകത്തെ ഈ 130 കോടിയോളം ജനം വരുന്ന ഒരു സ്ഥലത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ അത്ര വിപുലമായ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സുരക്ഷാ സൈനികരുടെ വിന്യാസത്തിന്റെ സൗകര്യം പ്രമാണിച്ചാണ് ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കശ്മീരിൽ ഛത്തീസ്ഗഡിലും കൂടി ഒരേ ദിവസം തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. സാധാരണഗതിയിൽ അവിടത്തേക്ക് കശ്മീരിന് ആവശ്യമായ അത്ര സൈനികരെ അവിടെ വിന്യസിക്കണം, ഛത്തീസ്ഗഡിന് വേണ്ടിയുള്ള സൈനികരെ അവിടെ വിന്യസിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഛത്തീസ്ഗഡിന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കശ്മീരിലേക്ക് പോകാൻ അവർക്ക് യാത്ര ചെയ്ത് ശരി, കിരൺ ബാബു, ഞാൻ കിരണിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജയശങ്കർ, നാളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വാർത്ത വരുന്നു. അതായത് രാജ്യം ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നാളെ കടക്കുകയാണ്. ഇന്ന് മോദി പത്തനംതിട്ടയിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ കണ്ട ഇന്ധനവിലയിലെ വിലക്കുറവ് അടക്കം സമാനമായ രീതിയിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന പലതരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഈ 26 മണിക്കൂർ സാക്ഷ്യം വഹിക്കാം എന്ന് കരുതേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ മേഖലകളിലായിരിക്കാം ആ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക? അല്ല, ഈ ഘട്ടത്തിൽ ഇനി വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങളല്ലാതെ പുതിയ ഭരണപരമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്ധനവില കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അവസാനത്തെ നടപടി. അതും പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്ര പെട്ടെന്ന് ഉണ്ടായി വരാനുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാകും സാധ്യത വളരെ കുറവാണ്. നാളെ വൈകുന്നേരം 3 മണിക്ക് തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുക. എത്ര ഘട്ടമായിട്ടാണ്, ഏതേത് തീയതികളിലാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പിന്നെ അതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം ഊർജിതമാകും. 1 മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കത്തക്ക രീതിയിലായിരിക്കും ഇതിന്റെ സജ്ജീകരണങ്ങളെന്ന് ഞാൻ വിചാരിക്കും. അതേസമയം പ്രധാനമന്ത്രിയുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം അത് രാജ്യം മുഴുവൻ എന്തായാലും ഇന്ന് ശ്രദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പത്തനംതിട്ടയിൽ ഇന്ന് നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിലെ പ്രസംഗം, അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കൂടി താങ്കൾ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള വലിയൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ വീണ്ടും ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. അത് ആസാമിലും പശ്ചിമ ബംഗാളിലും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഊർജിതമായി അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായി നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തെ തീവ്രവാദികളുടെ ഒരു കേന്ദ്രമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം BJPയുടെയും അവരെ പിന്തുണയ്ക്കുന്ന ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഈ തീവ്രവാദത്തെക്കുറിച്ചും നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും രാജ്യ സുരക്ഷയെക്കുറിച്ചും ഒക്കെ വാചാലനാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. പിന്നെ സുരക്ഷാ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സർക്കാർ സമീപകാലത്ത് നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവർ കൈവരിച്ചിട്ടുള്ള നേട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാകും എന്നുള്ള യാതൊരു സംശയം വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ ജയശങ്കർ ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇനിയുള്ള ഈ വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ എന്ന് പറയാൻ കഴിയില്ല,
വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. ആ ഒരു സമയത്ത് വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് ഇനി കടക്കും എന്നുള്ള തരത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. എന്നിരുന്നാൽ പോലും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത കൂടി തള്ളാനും കഴിയില്ല. പത്തനംതിട്ടയിലേക്ക് മോദി എത്തുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ CAA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ, അത് CAA നടപ്പാക്കില്ല കേരളത്തിൽ എന്നുള്ള സർക്കാർ നിലപാട് മുന്നിൽ നിൽക്കുന്നു. വലിയ രീതിയിൽ LDF-ന്റെ പ്രതിഷേധം, CAA-ക്കെതിരെയായുള്ള പ്രചരണമൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം എത്തുമ്പോൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉറപ്പായും ഉണ്ടാകും എന്ന് കൂടി കരുതാം, അല്ലേ? ശ്രീ ജയശങ്കർ പറഞ്ഞത് പ്രധാനമായും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ്. കൂടുതൽ സാധ്യതയും അത്തരത്തിലേക്ക് തന്നെയാണ് കാണുന്നത്. കാരണം പെട്രോൾ ഡീസൽ വിലയിലൊക്കെ ആളുകൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് വലിയൊരു കുറവ്, ഇലക്ഷൻ പ്രമാണിച്ചെങ്കിലും വലിയൊരു കുറവുണ്ടാവും, ഒരു 10 രൂപയെങ്കിലും കുറയ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ സാധാരണ ജനത്തിനടക്കം ഉണ്ടായിരുന്നു. പക്ഷേ കേവലം 2 രൂപ മാത്രമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജനത്തിന് ആശ്വാസമാകുന്ന ഒരു കുറവല്ല വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വലിയ പ്രഖ്യാപനങ്ങൾ ഇനി ഉണ്ടാവാൻ കഴിയില്ല എന്ന് വിലയിരുത്തുന്നവരും എന്തായാലും ഉണ്ട്. അതോടൊപ്പം തന്നെ BJP-യെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, ഇത് ഇപ്പോൾ നൽകിയതല്ല, എത്രയോ വർഷങ്ങളായി BJP-യുടെയും RSS-ന്റെയും ഒക്കെ അജണ്ടയുടെ ഭാഗമായ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു. അത് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക എന്നുള്ളതാണ്. അത് 370-ന്റെ തീരുമാനമുണ്ടാക്കി. അതോടൊപ്പം തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു, അതിൽ തീരുമാനമുണ്ടാക്കി. അതോടൊപ്പം തന്നെ CAA നടപ്പാക്കുക എന്നുള്ളതായിരുന്നു, അതിലും തീരുമാനമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് രാഷ്ട്രീയമായി സഹായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊക്കെയും പാലിച്ചു. അതുകൊണ്ട് ഇനി അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അതല്ല, ഇനിയും ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്ന ആളുകളുമൊക്കെ ഉണ്ട്. ചിലപ്പോൾ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റു ചില ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത. എന്തായാലും നമുക്ക് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് തൽക്കാലം എത്താൻ കഴിയില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തെ കാണുന്നത്? അവസാന നിമിഷത്തിൽ വോട്ട് എവിടെയെങ്കിലും വോട്ട് കൂടുതൽ ലഭ്യമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളോ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ഭരണപരമായ പ്രഖ്യാപനങ്ങളോ അതിനൊന്നും ഇപ്പോൾ നിയമപരമായി യാതൊരു തടസ്സവുമില്ല. നാളെ ഉച്ചയ്ക്ക് 3 മണി വരെ ഈ വരുന്ന 25 മണിക്കൂറുകൾ സമയമുണ്ട്. ആ 25-26 മണിക്കൂറുകൾക്കിടയ്ക്ക് ഏത് പ്രഖ്യാപനവും സർക്കാർ നടത്തുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അത്തരം പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത്. അത്തരം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊക്കെ പരമ രഹസ്യമായും അതീവ രഹസ്യമായി തന്നെയാവും അവസാന നിമിഷത്തെ ഇത്തരം തീരുമാനങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവുക. എന്തായാലും നാളെ വൈകുന്നേരം 3 മണിക്ക് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അത് 7 ഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് സ്റ്റേ ഇല്ല എന്നുള്ളത് കൂടിയാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ സ്റ്റേ ഇല്ല എന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ നാളെ ഉറപ്പായും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി ഉണ്ടാകും എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, രാജ്യം ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ് നാളെ എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നാളെ പ്രഖ്യാപനം ഉണ്ട് എന്ന തരത്തിൽ തന്നെ വാർത്തകൾ വരുന്നു. അത്തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്ക് തന്നെ വാർത്തകൾ കടക്കുകയാണ്. എങ്ങനെയാണ് കേരളത്തിലെ പൊതുവായി ഒരു ചിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. വളരെ സജീവമായ രീതിയിൽ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഏറ്റവും സജ്ജമായ രീതിയിൽ തന്നെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ കരുതേണ്ടേ? ആര്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇത്തവണ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ 3 പ്രധാനപ്പെട്ട മുന്നണികളും ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും, അതായത് LDF-ഉം UDF-ഉം കൃത്യമായി 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവിടെ BJP ഏതാനും ചില മണ്ഡലങ്ങൾ മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നു. അതും കൃത്യമായ ബോധ്യത്തോടെ ആസൂത്രണത്തോടെ തന്നെയാണ് 4 മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം ഇറങ്ങി സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി. ഒരു സാധാരണ തെരഞ്ഞെടുപ്പിന്റെ ശൈലി എങ്ങനെയാണോ ആ ശൈലിയിലേക്ക് നേരത്തെ തന്നെ ഇറങ്ങി നേരത്തെ തന്നെ കൃത്യമായ വിലയിരുത്തലുകളും
മുന്നൊരുക്കങ്ങളും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും വാക്പോരുകൾക്കുമൊക്കെ കേരളത്തിൽ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്ന വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോട് ഉത്തരം നേടുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നൊരു വലിയ ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയരുന്നുണ്ട്. അവിടെ ഒരുപാട് സർവേ റിപ്പോർട്ടുകളൊക്കെ വരുന്നു. നമ്മളുടെ തന്നെ ആ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് തെക്കൻ കേരളത്തിൽ നിന്ന് 2 സീറ്റുകൾ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ തന്നെ ത്രികോണ മത്സരം കൃത്യമായി നടക്കുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമാണ്. തെക്കൻ കേരളത്തിൽ അവിടെ ഏത് തരത്തിലായിരിക്കും വോട്ടർമാരുടെ മനസ്സ്? 3 മുന്നണികളും ഒരുപോലെ ശക്തമായി പോരാടുമ്പോൾ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന വലിയ ചോദ്യം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അടൂർ പ്രകാശിനെ നേരിടാൻ വി മുരളീധരൻ, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സിറ്റിംഗ് എംപിമാരെ മലർത്തിയടിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിയുമോ? അതോ LDFന്റെ CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയി അദ്ദേഹം ആറ്റിങ്ങലിൽ അട്ടിമറി വിജയം നേടുമോ? അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രനോട് സാധാരണക്കാർക്കൊപ്പം നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന പരിച്ഛേദമുള്ള പന്ന്യൻ രവീന്ദ്രനോട് 15 വർഷങ്ങൾക്കിപ്പുറം തിരുവനന്തപുരം തിരിച്ചുപിടിക്കാൻ LDFന് കഴിയും. ഇതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ, ഉദ്വേഗമുണർത്തുന്ന ചോദ്യങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നതിനിടെയാണ് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന വാർത്തയും കൂടി പുറത്തു വരുന്നത്. എന്തായാലും ആവേശകരമായ പോരാട്ടത്തിന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും സാക്ഷ്യം വഹിക്കും. പക്ഷേ ഏറ്റവും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ തന്നെയായിരിക്കും. കാരണം വളരെ അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയണം. വടകരയുടെ സിറ്റിംഗ് MP ആയിരുന്ന K മുരളീധരനെ സുരേഷ് ഗോപിക്കെതിരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് കളത്തിലിറക്കിയതിലൂടെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മത്സരം തൃശ്ശൂരിൽ നടക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരവും ആറ്റിങ്ങലും അടക്കമുള്ള സ്ഥലങ്ങളിലെ ത്രികോണ മത്സരം. എന്തായാലും പ്രധാനമന്ത്രി കൂടി ഇന്ന് കേരളത്തിൽ എത്തുന്ന, പത്തനംതിട്ടയിൽ എത്തുന്ന സാഹചര്യമുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ വാക്യങ്ങൾ അത് കൃത്യമായി നമുക്ക് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും. വലിയ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കേരളം നീങ്ങുന്ന കാഴ്ച തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗികമായ പ്രഖ്യാപനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളാണ് കിരൺ ബാബുവും ഡാൻ കുര്യനും നൽകിയത്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇതിന്റെ കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.